കല്ലായിലൊരു പെണ്ണുണ്ട്, ആ പെണ്ണൊരു പവിഴക്കല്ലാണ്, മനസ്സിൽ നിറയും പൂവാണ്. കഴിഞ്ഞ 11 വർഷമായിട്ട് നമ്മുടെ പ്രത്യേകിച്ച് കോഴിക്കോട് കല്ലായിക്കാർക്ക് സുപരിചിതമായിട്ടുള്ള ഒരു മുഖം ഞാൻ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ കോഴിക്കോട്ടുകാരുടെ പ്രിയപ്പെട്ട കല്ലായിലൊരു പോസ്റ്റ് വുമണുണ്ട്, അവരെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ് ജലാൽ വിത്ത് സൊറ എന്ന് പറയുന്ന പരിപാടിയിലൂടെ. അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള കല്ലായിലുള്ള പോസ്റ്റ് വുമൺ ഇതാണ്. നമസ്കാരം, അസ്സലാമു അലൈക്കും. പേര് പറഞ്ഞു? വീട് ഫറൂഖിൽ. കോഴിക്കോട് കല്ലായിൽ എത്ര വർഷമായി? 11 വർഷമായിട്ട് വീടാന്തരം. രാവിലെ എത്ര മണിക്ക് ഡ്യൂട്ടി തുടങ്ങും? കഴിയുന്ന സമയം 4 മണി വരെ വീടാന്തരം ഇങ്ങനെ കയറി ചെന്നിട്ട് നമ്മുടെ വീട്ടുകാരിയെ പോലെ ആയി തീർന്നിട്ടുള്ള ഒരു സഹോദരിയാണ് ഇവര്. പിന്നെ ഫാമിലി ഡീറ്റെയിൽ പറ. ഹസ്ബൻഡ് അബ്ദുള്ള മസൂദ് സുൽത്താൻ, 4 കുട്ടികളാണ്. മക്കളെയൊക്കെ നല്ല രീതിയിൽ വളർത്താനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നും രാവിലെ 8 മണിക്ക് ഈ ഒരു പോസ്റ്റ് വുമൺ ആയിട്ട് ഏത് ടൈമിലാണ് തുടക്കം കുറിച്ചത് ഈ ജോലിയിലേക്ക് കയറി? 2014 ആദ്യമായിട്ട് സർവീസിൽ കയറിയത്. ആദ്യം ഞാൻ ചേളന്നൂരിലെ ഒരു ബ്രാഞ്ച് ഓഫീസ് ഉണ്ട് കണ്ണങ്കര, അവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അവിടെ ആകെ 6 മാസം വർക്ക് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷമാണ് ഞാൻ ഇവിടെ കല്ലായിലേക്ക് വരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കല്ലായിക്കാരിയായിട്ട് മാറി ആ നാട്ടുകാർക്ക് കാലാകാലത്തേക്കുള്ള എന്താ പറയാ, എവിടെ വീട്, എവിടെ അഡ്രസ്സ്, എവിടെ ആൾക്കാരെന്നുള്ള അത്രയും കുടുംബങ്ങളെ അറിയില്ല അവിടെ, അല്ലേ? എല്ലാ അഡ്രസ്സുകളും ചോദിച്ച് ഒരുപാട് ആൾക്കാര്, ബാങ്ക്, പോലീസ്, കോടതി, ഒരുപാട് നിങ്ങളായിട്ട് ബന്ധപ്പെടും അഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ. ഓക്കെ, എന്നാ എനിക്ക് പുതിയ പാസ്പോർട്ടിന് അപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാമത് ഫീൽഡിലേക്ക് പാട്ടും പാടി ഇറങ്ങിക്കഴിഞ്ഞപ്പം ആദ്യം ഞാൻ പോയിട്ട് പറഞ്ഞത് സൈനബിൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ പാസ്പോർട്ട് എടുക്കാൻ കൊടുത്തിട്ടുണ്ട്, വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേഗം കൊണ്ടുതരണം കേട്ടോ എന്നാണ്. ഓർമ്മയുണ്ടോ? അപ്പോൾ എനിക്കൊരു കോംപ്ലിമെന്റ് തന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം നിങ്ങളാണല്ലോ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ട് സന്തോഷമായി. കാരണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥയോട് നമുക്ക് തോന്നുന്ന ബഹുമാനവും ഇഷ്ടമൊക്കെ ഭയങ്കരമാണ്. കാരണം നമുക്ക് പറ്റാത്തത് മറ്റുള്ളവർ നേടിയെടുക്കുമ്പം അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യും. ഞാൻ കുറച്ച് ദിവസം മുൻപ് വാട്സപ്പിൽ എനിക്കൊരു മെസ്സേജ് കിട്ടി, ഒരു പോസ്റ്റ് ഉണ്ട്. ഈ പോസ്റ്റ് ഞാൻ വായിക്കുകയാണ്. കോഴിക്കോട് കിഴക്കേ നടക്കാവ് പിറ്റ് ആൻഡ് ഫൺ ഓഡിറ്റോറിയത്തിൽ നടന്ന സംസ്ഥാന മാസ്റ്റേഴ്സ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ 69 കിലോ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ AP സൈനബ കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസിലെ IDC പോസ്റ്റ് വുമൺ ആണ്. ഇത് എപ്പം വന്ന ന്യൂസാണ്? ഇത് കഴിഞ്ഞ സെപ്റ്റംബർ 24, 25, 26 തീയതികളിൽ കിഴക്കേ നടക്കാവിൽ വെച്ചിട്ട് കോഴിക്കോട് ജില്ലയുടെ ഡിസ്ട്രിക്റ്റിന് വേണ്ടിയുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ പങ്കെടുത്തു. അതിൽ എനിക്ക് 2 ഗോൾഡ് മെഡലാണ് കിട്ടിയത്. തീർന്നിട്ടില്ല കേട്ടോ. അടുത്തത് എറണാകുളത്ത് നടന്ന പാൻ ഇന്ത്യ മാസ്റ്റേഴ്സ് നാഷണൽ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ 63 കിലോ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ AP സൈനബ കല്ലായി പോസ്റ്റ് ഓഫീസ് വുമണും തളി ഗോൾഡസ് ജിം അംഗവുമാണ്. ഇതും നിങ്ങൾ തന്നെയല്ലേ? ശരിക്കും പറയുകയാണെങ്കിൽ അന്തം വിട്ട പോലെ ആയിട്ടും ഈ 2 ന്യൂസും ഈ ഒരു പത്ര കട്ടിങ് കണ്ടു കഴിഞ്ഞപ്പം ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഈ ഒരു ഉമ്മ എന്നതിലപ്പുറത്ത്, ഒരു ഭാര്യ എന്നതിലപ്പുറത്ത്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥ എന്നതിലപ്പുറത്ത് ഇങ്ങനെ ഒരു കായിക താരമായിട്ട് കല്ലായിൽ വർക്ക് ചെയ്യണ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ ഗോൾഡ് മെഡൽ വാങ്ങിയ കാര്യം നമ്മൾ അറിഞ്ഞപ്പം ഒരുപാട് സന്തോഷമായി. എങ്ങനെയാണ് ഇതിലേക്ക് നിങ്ങൾ ഇത്രയും ജോലി തിരക്കിനും ഒരു കുടുംബ നോക്കുന്ന ഒരു ഉമ്മ എന്നതിലപ്പുറത്ത്, ഒരു സ്ത്രീ എന്നതിലപ്പുറത്തേക്ക് ഇങ്ങനെയൊരു ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാവാൻ സാധ്യതയുള്ള ഈ ഒരു സ്വർണ്ണ മെഡലിലേക്ക് എത്തിയത്? ഞാൻ ആദ്യമായിട്ട് ജോലി പ്രവേശിച്ചത് 2014 അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞില്ലേ കണ്ണങ്കര സർവീസിലായിരുന്നു. അവിടെ ആകെ 6 മാസം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഞാൻ കല്ലായിലേക്ക് വന്നു. കല്ലായിൽ ഞാൻ ഇപ്പോൾ 17 മാസം ജോലി ചെയ്യുന്നത്. 2019 ഞാൻ ആദ്യമായിട്ട് ജിമ്മിൽ, നമ്മളെ വട്ടക്കിണറുള്ള ഹെയിൽ ഫിറ്റ്നസ് ജിമ്മിൽ ഞാൻ പോകുന്നത്. അന്നൊക്കെ നല്ല തടി ഉണ്ടായിരുന്നു, 84 കിലോ ഉണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഒന്ന് തടി കുറയ്ക്കുക, വെയിറ്റ് കുറയ്ക്കുക, അത്രേ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. അവിടെ പോയി ജോയിൻ ചെയ്തു. വൈകുന്നേരം എൻ്റെ ഡ്യൂട്ടി 4 മണി വരെയാണ്. അത് കഴിഞ്ഞിട്ട് പോയി വർക്കൗട്ട് ഒരു 6 മണി വരെയൊക്കെ വർക്കൗട്ട് ചെയ്യും. ഒരു 3 മാസം കൊണ്ട് തന്നെ എനിക്ക് 84 കിലോ എന്നതിൽ നിന്ന് ഒരു 64 കിലോ എന്നുള്ള ഒരു ഇതിലേക്ക് ഞാൻ എത്തിച്ചു. 64 കിലോയിലേക്ക് 20 കിലോ ഞാൻ കുറച്ചു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടുന്ന് ഒരു മൊമെന്റ് ഒക്കെ അവർ തന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ പെട്ടെന്നുണ്ടാവുന്ന ആ സ്കിൻ ചേഞ്ചസ്, സ്കിന്നൊക്കെ വല്ലാണ്ട് ചുളിഞ്ഞു. ഒരുപാട് ഈ പോസ്റ്റ്മാൻ്റെ ചെടിയിൽ ഒരുപാട് കോൺടാക്ട്സ് ഉള്ളത് കാണുമ്പോൾ അയ്യോ എന്ത് പറ്റി ഇങ്ങനെ വല്ലാണ്ട് ആളെന്താ പറയുക, സ്കിന്നൊക്കെ ചുളിഞ്ഞോയോ, അസുഖമുണ്ടോ, എന്താണ് ഷുഗറുണ്ടോ, അങ്ങനെയൊക്കെ പലരും ചോദിക്കാൻ തുടങ്ങി. പിന്നെ
എന്താ പറയാ, ഞാൻ വേറൊരു ജിമ്മിലേക്ക് അവിടെ മാറി. അവിടെ പറഞ്ഞാൽ ജെൻസിനും ലേഡീസിനൊക്കെ ഒരുപോലെ, ജെൻസ് എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ലേഡീസിന് അതുപോലെയുള്ള വെയിറ്റ് എക്സസൈസുകളാണ് കൂടുതൽ ചെയ്തിരുന്നത്. അപ്പോൾ ബാക്കിൻ്റെ വർക്കൗട്ട് വരുന്ന സമയത്താണ് നമ്മൾ ഡെഡ് ലിഫ്റ്റ് ചെയ്യുക, ലെഗിൻ്റെ വർക്കൗട്ട് വരുന്ന സമയത്താണ് സ്ക്വാട്ട് ചെയ്യുക. അപ്പോൾ ആ ടൈമിലേക്ക് എനിക്ക് അത്യാവശ്യം ജെൻസുകളെ പോലെ ഹെവി വെയിറ്റ് എടുത്തിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. എന്തെങ്കിലും ഫീൽഡിലേക്ക് പോകണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ട്രെയിനറോട് പറഞ്ഞപ്പോൾ അവരാണ് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പവർ ലിഫ്റ്റിംഗ്, അതായത് ബോഡി ബിൽഡിംഗ്, നമ്മൾ മുസ്ലിംസ് ഒക്കെ ആയതുകൊണ്ട് അതിനോടൊരു താല്പര്യം ഇല്ലായിരുന്നു. അപ്പോൾ അവരൊന്ന് നമുക്ക് പവർ ലിഫ്റ്റിംഗിലേക്ക് വേണമെങ്കിൽ പോവാന്ന് പറഞ്ഞു. 5 മാസം കൊണ്ടാണ് പവർ ലിഫ്റ്റർ എന്ന ബഹുമതി നേടിയിട്ട് നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ 5 മാസത്തെ ട്രെയിനിങ് തന്നതാരാണ്? ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് തളി ഗോൾഡസ് ജിമ്മിലാണ്. അവിടെ അനിയേട്ടനാണ് എൻ്റെ കോച്ച്. കുട്ടികളൊക്കെ വന്ന് കളിക്കുന്നുണ്ട്, പക്ഷെ അവരൊന്നും ആയിട്ടില്ല. എൻ്റെ ഇത് കണ്ടപ്പോൾ അനിയേട്ടൻ ആ ചാമ്പ്യൻഷിപ്പിൽ തന്നെ പങ്കെടുപ്പിച്ചു. അപ്പോൾ എനിക്കൊന്നൊരു പേടിയുണ്ടായിരുന്നു, അയ്യോ ഞാൻ വന്നിട്ട് ആകെ മാർച്ച് 2 മാസത്തിലായുള്ളൂ, അപ്പോഴേക്കും എനിക്ക് പറ്റുമോ എന്നുള്ളൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. കോഴിക്കോട്ടുകാർക്ക് സുപരിവനായിട്ടുള്ള നമ്മുടെ കേരളത്തിന് അല്ലെങ്കിൽ കോഴിക്കോട്ടുകാർക്ക് ഒരുപാട് എന്താ പറയുക പുരസ്കാരങ്ങൾ അല്ലേ, ഒരുപാട് മെഡലുകൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അനിയേട്ടൻ. ആ അനിയേട്ടനാണെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ജിംനേഷ്യത്തിലേക്ക് പോയാലോ? അനിയേട്ടൻ ഒരുപാട് സന്തോഷമുണ്ട്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ, വെറും 5 മാസത്തിനുള്ളിൽ അവർക്കൊരു ഗോൾഡ് മെഡൽ നേടിക്കൊടുക്കാനുള്ള ഒരു ട്രെയിനിങ് ആണ് എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ കോഴിക്കോട്ടുകാരുടെ പ്രിയപ്പെട്ട അനിലേട്ടൻ അവർക്ക് നേടിക്കൊടുത്തത്. അവരെ കുറിച്ചിട്ട് എന്താണ് പറയാറ്? അത് സൈനബ എന്ന് പറഞ്ഞാൽ യാദർച്ഛികമായിട്ടാണ് നമ്മൾ ജിമ്മിലെത്തുന്നത്. വേറൊരു ജിമ്മിൽ എന്നെ ട്രെയിൻ ചെയ്തിരുന്നത് മിൽജിത്തിൻ്റെ അടുത്തായിരുന്നു. അവിടുന്ന് മിൽജിത്തിനോട് ചോദിച്ചു എനിക്കിങ്ങനെ പവർ ലിഫ്റ്റിംഗ് എന്തെങ്കിലും വെയിറ്റ് ചെയ്യണം, അപ്പം അതിന് ആരാന്ന് ചോദിച്ചാൽ സമയത്ത് മിൽജിത്ത് എൻ്റെ പേരായിരുന്നു പറഞ്ഞിരുന്നത്. മിൽജിത്ത് അവിടുന്ന് കുറേ ട്രെയിൻ ചെയ്യിച്ചതിനെ കൊണ്ട് ആൾ ഓൾറെഡി ഫിറ്റായിട്ടാണ് ഇവിടെ എത്തിയത്. അതിൻ്റെ പേരിലാണ് ഞാനിവിടെ വന്ന് എടുത്തത്. അപ്പം ട്രെയിൻ ചെയ്യിച്ച സമയത്ത് തന്നെ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടും കൂടുതൽ ആളെടുത്ത് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് 2-2.5-3 മാസമായപ്പോൾ തന്നെ നമുക്ക് ഒരു പാൻ ഇന്ത്യ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരു മീറ്റ് നമ്മൾ എറണാകുളത്ത് വെച്ച് നടക്കുകയുണ്ടായി. ആ ചാമ്പ്യൻഷിപ്പിൽ അത്യാവശ്യം നന്നായിട്ട് നല്ല വെയിറ്റ് എടുത്തിട്ട് നല്ല മത്സരിച്ചിട്ട് അയാൾക്ക് അവിടുന്ന് ഗോൾഡ് മെഡൽ കിട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഒരു മാസം മുന്നേ നമ്മുടെ കേരള സ്റ്റേറ്റ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് നമ്മൾ കോഴിക്കോട് വെച്ചിട്ടായിരുന്നു ആൾ ഗോൾഡ് മെഡൽ മേടിക്കുകയുണ്ടായി. അവരെ പറ്റി വേറെ കാര്യം പറയണമെന്ന് വെച്ചാൽ അവർ ഒരു 42-43 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ ഇത്രയും ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞൊക്കെ കാണിച്ചാൽ ഞങ്ങൾ ഇത്രയും പ്രായമായിട്ടുള്ള ഒരാളെ കണ്ട, കാരണം ഒരു 2-3 കുട്ടികളുള്ളതാണ്, ഒരു ഹൗസ് വൈഫും കൂടിയാണ്. രാവിലെ 5 മണിക്ക് എണീക്കണം, അത് വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഈ പോസ്റ്റ് മോമൻ്റെ വർക്കിന് പോകണം. അത് പോയി ആ വെയിലത്തുള്ള പണി എടുത്തൊക്കെ വന്നിട്ടാണ് ഇവിടെ എൻ്റെ അടുത്തേക്ക് ഒരു 5:30-6 മണിയാകുമ്പോൾ ഇവിടെ എത്തും. ഒരു 7 മണി 8 മണിയാകുമ്പോൾ വീട്ടിലെത്തുക. അത്രയും വീട്ടുകാർ നല്ല സപ്പോർട്ടാണ് ഈ കാര്യത്തിൽ. അവർക്ക് ഇൻ്റർനാഷണൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. ആ നാഷണൽ പാൻ ഇന്ത്യൻ്റെ ഒരു ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞോട് കൂടി ഒരു വേൾഡിലേക്ക് ഒരു സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ഏഷ്യൻ മീറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വേൾഡ് മീറ്റ് ആയിരിക്കും. അത് ഡിസംബറിനുള്ളിൽ ഉണ്ടാവും. അതിനുള്ള പ്രാക്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും നടക്കൂല എന്ന് വിചാരിച്ച ഒരു പ്രായം കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നേടിയെടുക്കാൻ പറ്റൂല എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരുപാട് സ്ത്രീകൾക്ക് എന്താ പറയുക, ഗോൾഡൻസ് നമ്മുടെ അനിലേട്ടൻ്റെ ആ ഒരു എന്താ പറയുക ട്രെയിനിങ് ഒരുപക്ഷെ വിജയത്തിലേക്ക് എത്താനുള്ള ഒരു മുന്നോടിയാണ്. തീർച്ചയായിട്ടും ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ പ്രയാസങ്ങളോ വെല്ലുവിളികളോ നേരിട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും പ്രയാസങ്ങൾ ഒരുപാട് നേരിട്ടിട്ടുണ്ട്. അതായത് ജിമ്മിൽ പോകുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ജിമ്മിൽ പോകുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ കളിയാക്കിയിട്ടുണ്ടായിരുന്നു എന്നെ. എന്തിനാണ് ജിമ്മിൽ പോകുന്നത്, വീട്ടിൽ നന്നായിട്ട് തുണി അലക്കിയാൽ പോരെ, വെള്ളം കോരിയാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ വന്ന് പറഞ്ഞ പോലെ തന്നെ ഒന്ന് തടി കുറയണം വയറുറയണം ആ ലക്ഷ്യം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ചില കാര്യങ്ങളൊക്കെ എന്താ പറയുക, നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ എഴുതി വെച്ചിട്ടതുപോലെ ഇത് എനിക്കായിട്ട് ആണെങ്കിൽ അത് എനിക്ക് തന്നെ കിട്ടിയിരിക്കുന്ന പറഞ്ഞവർ അങ്ങനെ എത്തിപ്പെട്ടത്. ഞാനിപ്പോൾ സ്റ്റേറ്റും നാഷണൽ ലെവലൊക്കെ എത്തി. ഇനിയിപ്പോൾ അടുത്ത് പോകാൻ ജനുവരിയിൽ കോമ്പറ്റീഷൻ ഇൻ്റർനാഷണൽ ലെവലാണ്. അപ്പോൾ അതിന് കുറച്ച് പൈസയുടെ ആവശ്യം 60,000 രൂപയ്ക്ക് ആവശ്യമുണ്ട്. അപ്പോൾ കുറേ പേര് പറഞ്ഞു എന്നോട് സ്പോൺസർ ചെയ്യിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു 60,000 രൂപയുടെ ആവശ്യമുണ്ട്, എന്തിനാ സ്പോൺസർ ചെയ്യിപ്പിക്കുന്നത്, ആ പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴുണ്ട് എൻ്റെ സന്തോഷം. അതാണ് എനിക്ക് തന്ന എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം. ഭർത്താവിൻ്റെയും മക്കളുടെയും സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലിയ പ്രചോദനം. അബ്ദുള്ള മസൂദ് സുൽത്താൻ എന്ന പ്രിയപ്പെട്ട സൈനബയുടെ ഹസ്ബൻഡായിട്ടുള്ള നിങ്ങൾ നൽകിയ ആ ഒരു വാക്ക്, അത് നിങ്ങളുടെ ദാമ്പത്യത്തിൽ ഒരു ഭാര്യ എന്നതിനപ്പുറത്തേക്ക്, നിങ്ങളുടെ മക്കളുടെ ഉമ്മ എന്നതിനപ്പുറത്തേക്ക് ഒരു പവർ ലിഫ്റ്റർ എന്ന
ഈ ഒരു കായിക താരത്തിന് നിങ്ങൾ കൊടുത്ത ഏറ്റവും വിലപിടിപ്പുള്ള അംഗീകാരമാണ്, അവാർഡാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കല്ലായിലെ ഈ ഒരു പോസ്റ്റ് വുമണെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. ഇനിയും ഒരുപാട് ഉയർച്ചയിലേക്ക് നമ്മുടെ നാട് ചുറ്റി കറങ്ങി ഒരുപാട് മെഡലുകൾ സ്വന്തമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.